അസാധ്യം എന്ന് പറയുന്ന കാര്യങ്ങൾ സാധ്യമായി തീരുന്നതായിട്ടുള്ള ഒരു സഭയുടെ സ്നേഹിതരായിട്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ ഒന്നുകൂടിയിരിക്കുന്നത്. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കാണുകയുണ്ടായി. എങ്ങനെയായി കുഞ്ഞുങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നത് എന്നതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഒരു കുട്ടിയാണ് നമ്മളുടെ വീട്ടിലുണ്ടായിരുന്നുവെങ്കിൽ നമ്മളുടെയൊക്കെ ചിന്തകൾ എന്തൊക്കെയായിരുന്നു എന്നതുകൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അങ്ങനെയുള്ള അവസരത്തിലാണ് മാനവികത നമ്മിൽ ഉടലെടുക്കുവാൻ തക്കവണ്ണം, മറ്റുള്ളവരെ സ്നേഹിപ്പാൻ തക്കവണ്ണം, അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം മനസ്സുള്ളവരായിട്ട് നമ്മെ തീരേണ്ടത്. അതുകൊണ്ട് മിസ്റ്റർ ചെറിയാൻ ഫിലിപ്പ് ഇവിടെ ചെയ്തതായിട്ടുള്ള ഈ സ്ഥലവും കെട്ടിടവും ഒക്കെ നൽകിയതായിട്ടുള്ള കാര്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരവസരത്തിലല്ല മറ്റൊരവസരത്തിൽ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരണം എന്നതാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ എനിക്ക് ആശംസിക്കാനായിട്ടുള്ളത്. അടുത്ത പ്രാവശ്യം എന്നെ വിളിക്കത്തില്ലായിരിക്കും, അത് വേറെ കാര്യം. എന്നാൽ എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ ഭൂമി നമ്മളുടെ ആരുടെയും അല്ല. ഈ ഭൂമിയുമായിട്ടല്ല നമ്മൾ ഈ ലോകത്തിലേക്ക് ബാധിക്കത്തില്ല. അതുകൊണ്ട് ജീവനോടിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ കയ്യിൽ വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലങ്ങളായിരിക്കാം, പൈതൃകമായിട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ല എങ്കിൽ സമൂഹം നമുക്ക് നൽകിയിട്ടുള്ള കാര്യമായിരിക്കും. ഇതെല്ലാം തന്നെ എങ്ങനെയാണ് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, അഭ്യുന്നതിക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയുന്നത് എന്നത് ഒന്ന് ശാന്തമായി കൂലങ്കഷമായി ഒന്ന് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ ഇന്നത്തെ ഈ ഉദ്ഘാടന പ്രസംഗത്തിന് അർത്ഥമുണ്ട് എന്നത്രേ ഞാൻ കരുതുന്നത്. നമ്മളുടെ MCRDയുടെ ചെയർമാനായിരിക്കുന്ന തീർത്തോസ് തിരുമേനി നമ്മളോട് പ്രസംഗിച്ചതായിട്ടുള്ള അവസരത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മോട് പറയുകയുണ്ടായി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനായി പിറന്ന ഒരാളെ കുറിച്ചൊക്കെ ഉള്ള ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇത് ഈ കുഞ്ഞിൻ്റെ പ്രയാസമല്ല, ഇത് മാതാപിതാക്കളുടെ പ്രശ്നമല്ല, ഇത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതാണ് എന്നത് തിരുമേനി സൂചിപ്പിക്കുകയുണ്ടായി. എന്താണ് ദൈവത്തിൻ്റെ മഹത്വം? ദൈവത്തിൻ്റെ മഹത്വം നൽകിയാണ് നമ്മെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത് മറക്കരുത്. ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടെന്നുള്ളേ ഉള്ളൂ, നേരത്തെ സംഭവിച്ചതാണ്. നമ്മളുടെ മാതാ അമൃതാനന്ദമായി അവരെ കാണുന്നതിനായി നമ്മളുടെ കാലം ചെയ്ത ഡോക്ടർ ഫിലിപ്പോസ് ക്രിസ്തോസ് തിരുമേനി അവിടെ പോവുകയുണ്ടായി. അത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. അവിടെ പോയ അവസരത്തിൽ സാധാരണ തിരുമേനി അവിടെയൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോട് പ്രതികരിക്കും, അതിനോട് പറയേണ്ടതായുള്ള കാര്യങ്ങളൊക്കെ പറയും, പണ്ഡിതമായിട്ട് ഉന്നതമായുള്ള കാര്യങ്ങൾ പറയുന്നതിനായിട്ടൊക്കെ ശ്രമിക്കും. എന്നാൽ ഈ മാതാ അമൃതാനന്ദമയെ കണ്ട അവസരത്തിൽ അവരോട് തിരുമേനി ആദ്യം തന്നെ സംസാരിക്കണം. തിരുമേനി പറഞ്ഞു, നിങ്ങളിലുള്ള ദൈവത്തെ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദൈവത്തെ കാണാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വ്യർത്ഥമാണ്. പറയാമോ അങ്ങനെന്ന്? നിങ്ങളിലുള്ള ദൈവത്തെ എനിക്ക് കാണാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ ധാരണ, സങ്കല്പം അതെല്ലാം വ്യർത്ഥമാണ്. ഇത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതായുള്ള ഒരു കാര്യമല്ലേ? എങ്ങനെയാണ് ദൈവത്തിൻ്റെ മഹത്വം മറ്റുള്ളവരിൽ ദർശിപ്പാനായിട്ട് നമുക്കിടയായിട്ട് തീരുന്നത്? കടലിലെ ഒരു ചെറിയ മത്സ്യം അതിൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഈ കടൽ എവിടെയാ? ഇവിടെ ഇരിക്കുന്ന ഫിലോസഫേഴ്സ് ഒക്കെ ഉണ്ടല്ലോ എന്ന് ഉത്തരം പറഞ്ഞ്, പ്രൊഫസേഴ്സ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടെന്ന് ഉത്തരം പറഞ്ഞ്, കടൽ എവിടെ? അപ്പൊ അമ്മ കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞേ, നമുക്ക് ഈ കടലിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കടലിനെ കാണുവാനായിട്ട് കഴിയുകയില്ല. ഈ കടലിന്റെ ആഴത്തിൽ ജീവിക്കുന്നതിലൂടെയാണ് കടലിനെ അറിയേണ്ടത്. ഈ ഇലസ്ട്രേഷൻ പറഞ്ഞത് നമ്മളുടെ TTIയുടെ പ്രിൻസിപ്പാൾ ആയിരുന്ന ഷാജി ജോർജ് സാറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത ദിവസം പ്രസിദ്ധീകരിക്കാൻ പോകുന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാൻ കടമെടുത്ത് അല്ലെങ്കിൽ കട്ട് നിങ്ങളോട് പറയുന്നത്. എൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ ഞാനുണ്ട്.
എന്നാൽ അതിൻ്റെ അവതാരിക എഴുതുന്നതിനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാനത് വായിക്കുന്നതിനിടയായിട്ട് തോന്നുന്നു. അങ്ങനെ ഇത് വായിച്ചത്. എന്നിട്ട് ഷാജി ജോസ് സാർ പറയുന്നത്, ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിക്കാനായിട്ട് കഴിയണമെങ്കിൽ അതിൻ്റെ ആഴത്തിലേക്ക് ആഴ്ന്നിറങ്ങി ജീവിക്കുന്ന അവസരത്തിൽ മാത്രമേ സാധിക്കൂ. വല്ലതും മനസ്സിലായോ? ദൈവത്തിൻ്റെ മഹത്വത്തെ കാണാനായിട്ട് സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ഈ പ്രപഞ്ചത്തിലെല്ലാം ഉണ്ട്. ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ മഹത്വമുണ്ട് എന്ന് നാം പറയുന്ന അവസരത്തിൽ സഹജരിൽ അത് കാണുന്നതിനായിട്ട് സാധിക്കണം. ആ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ആഴത്തിലേക്ക് അത് ചുമ്മാ പോവുകയല്ല, അത് കാര്യമായി ചിന്തിച്ച് മനനം ചെയ്ത് ജീവിതത്തിലേക്ക് സംശീകരിക്കുന്നതിനായിട്ട് ശ്രമിക്കുന്ന അവസരത്തിൽ മാത്രമേ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്നതിനായിട്ട് സാധിക്കൂ. അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൽ ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിപ്പാനായിട്ട് സാധിക്കും. ഇന്ന് ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ അപ്രകാരമുള്ള ഒരു അനുഭവമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ എന്തിനാണ്, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ മുഴുവൻ ഇരിക്കത്തില്ല, നിങ്ങൾ ഇരിക്കേണ്ടതായിട്ട് വരും. ഒരു 2 മണിക്കൂറിലധികം നിങ്ങളിവിടെ ഇരിക്കാനായിട്ടാണ് മനസ്സ് കാട്ടി ഇവിടെ ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിക്കുന്നതിനും അതിൻ്റെ ആഴത്തിലേക്കൊക്കെ ഇറങ്ങുന്നതിനും അതിൻ്റെ ആഴത്തിൽ വസിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വമുള്ളവരായി ഈ ലോകത്തിൽ നമുക്ക് തന്നെ വെളിപ്പെടുന്നതിനും ഇടയായിട്ട് തീരുമ്പോഴാണ് ദൈവമഹത്വം കണ്ടു എന്ന് നമുക്ക് പറയുന്നതിനായിട്ട് സാധിക്കും. ഇവിടെ ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ദിവസം പല കാര്യങ്ങൾ ഈ സ്ഥാപനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. MCRDയുടെ ഇവിടെ പറഞ്ഞതായുള്ള വാക്ക് സാറ്റലൈറ്റ് സ്റ്റേഷൻ എന്നാണ്. ഞാനൊന്ന് തിരുത്തട്ടെ, ഇത് MCRDയുടെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് മാറും. കാരണം ഈ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള അനേക ശുശ്രൂഷകൾ ഇവിടെ നിർവഹിക്കുവാനായിട്ട് പോകുന്നു എന്നതാണ് നമ്മളോട് ഇപ്പോൾ അച്ഛൻ പറഞ്ഞത്. അങ്ങനെ നിർവഹിക്കാൻ പോകുന്നതിലൂടെ നാം കൂടുതൽ ആളുകളെ കണ്ട് മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ്. കൂടുതൽ ഇന്ന് നാം ചെയ്യേണ്ടതായുള്ള കാര്യങ്ങൾ എന്തെന്ന് ഗ്രഹിപ്പാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് അയരൂർ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളും സംസ്കാരവും ഒക്കെ നശിച്ചു പോകുന്നു എന്നല്ല വിചാരിക്കേണ്ടത്. അത് കൂടുതൽ ദീപ്തമായിട്ട് തീരുന്ന ഒരു അവസരമായിട്ട് മാറുന്നു എന്നതാണ് ഗ്രഹിപ്പാൻ്റെ കൂടെ നമുക്കിടയായിട്ട് തീരേണ്ടത്. കൂടുതൽ ദീപ്തമായിട്ട് തീരുകയാണ്. ഓരോ കാലഘട്ടത്തിലൂടെയും ഈ ലോകത്തിൽ, ഈ ഭൂമുഖത്തെ ജീവിക്കുവാൻ ഇടയായി തീരുന്നതായിട്ടുള്ള നമ്മിലൂടെ ദൈവം സൃഷ്ടിച്ച് ലോകത്തിന് നൽകുന്നതായിട്ടുള്ള ആ മഹത്വമേറിയതായിട്ടുള്ള ശുശ്രൂഷ അതിനെ മഹത്വത്തിൽ കണ്ട് സന്തോഷിക്കുന്നതിനായിട്ട് ഇടയായിട്ട് തീരണം. ഇവിടെ പല വാക്കുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ കേട്ട് കാണും. ഡിസേബിൾഡ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്നതായിട്ടുള്ള വാക്ക് ഉപയോഗിച്ചൊക്കെ കേട്ട് കാണും. ഭിന്നശേഷിക്കാർ എന്ന് പറയുന്നതായിട്ടുള്ള വാക്ക് ഉപയോഗിച്ചൊക്കെ കേട്ട് കാണും. ഓൾ ആർ ഗിഫ്റ്റഡ് ബൈ ഗോഡ്. ഒരുപക്ഷെ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ലായിരിക്കാം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ തിരുമേനി പറഞ്ഞതുപോലെ ഈ കാസർഗോഡുള്ള നമ്മുടെ സ്കൂളിൽ അവിടെയുള്ള കുഞ്ഞുങ്ങൾ 100ഓളം കുട്ടികൾ അവിടെയുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ട്. അവിടെ ചെല്ലുന്നതായിട്ടുള്ള അവസരത്തിൽ അവർക്ക് കേൾക്കാൻ പാടില്ല, അവർക്ക് സംസാരിക്കാനും പാടില്ല. അത് അങ്ങനെയാണ് അവർ ജനിച്ചത്. വൈകല്യമുണ്ട്. എന്നാൽ ഞാൻ ആ ഗേറ്റ് കഴിഞ്ഞ് അകത്തോട്ട് കയറുന്നതായിട്ടുള്ള അവസരത്തിൽ തന്നെ അവിടെയുള്ള 100 കുട്ടികളും തിരുമേനി വന്നു എന്നത് അറിഞ്ഞിരിക്കും. എങ്ങനെ വെക്കും ഈ കമ്മ്യൂണിക്കേഷൻ? അവർ 2-3 സൈനൊക്കെ കാണിക്കും. ഇങ്ങനെ കാണിക്കും, കുരിശ് വരയ്ക്കും, ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് എന്നെക്കുറിച്ച് പറയുന്നത്. അവിടെ ഞാൻ ചെല്ലുന്ന അവസരത്തിൽ ഈ കുഞ്ഞുങ്ങൾ ചുറ്റും വന്ന് കൂടും വരുന്നതായിട്ടുള്ള അവസരത്തിൽ ഞാനാണ് ഹാൻഡിക്യാപ്റ്റ്. എനിക്കാണ് അവരോട് സംസാരിക്കാൻ കഴിയാതെ പോകുന്നത്. എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? എന്താ സംസാരിക്കേണ്ടത്? എങ്ങനെ പറഞ്ഞാൽ അവർ മനസ്സിലാകുന്നത്? ഐ ആം ഹാൻഡിക്യാപ്റ്റ്. They are differently abled. They have gifts of God.
ഇന്ന് 2 പ്രോഗ്രാം മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ഇനിയും പല പ്രോഗ്രാമുകളൊക്കെ പ്രോഗ്രാം ഷീറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ പ്രോഗ്രാം കാണുന്നതായിട്ടുള്ള അവസരത്തിൽ നമ്മൾ അതിശയിച്ചു പോയി, എങ്ങനെ ഈ കുട്ടികൾക്ക് ഇതെല്ലാം മനസ്സിലാക്കി തെറ്റുകൂടാതെ നന്നായിട്ട് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നത്. ബിക്കോസ് ദേ ആർ ഏബിൾ ബൈ ഗാഡ്, ഗിഫ്റ്റഡ് ബൈ ഗാഡ്. ആ ദൈവത്തിൻ്റെ ഗിഫ്റ്റിനെ കാണാനായിട്ട് നമുക്ക് എപ്പോൾ സാധ്യമായിട്ട് തീരും എന്നതാണ് ചിന്തിക്കേണ്ടത്. ഈ ചരിത്രം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് കുറേയേറെ നാളുകൊണ്ട് നമ്മൾ അധ്വാനിച്ച് ചെയ്യുന്നതായിട്ടൊന്നല്ല. ചരിത്രം എപ്പോഴും ആരംഭിക്കുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മൂമെന്റിലാണ്. അങ്ങനെ ആരംഭിച്ചതായിട്ടുള്ള ഒരു ചരിത്രമാണ് MCRDയുടെ ചരിത്രം എന്ന് പറയുന്നത്. ഭാഗ്യസ്മരണീയനായിട്ടുള്ള ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനിയും ഡോക്ടർ ഫിലിപ്പോസ് ക്രിസോസ്റ്റം മെത്രാപ്പോലീത്ത തിരുമേനിയും ഡോക്ടർ തോമസ് അഥനേഷ്യസ് തിരുമേനിയും അവർ മൂവര് അവരുടെ എപ്പിസ്കോപ്പൽ ജൂബിലി കൊണ്ടാടിയതായിട്ടുള്ള അവസരത്തിൽ അവരിൽ അങ്കുരിച്ചതായിട്ടുള്ള ഒരു ആശയമാണ് നമുക്ക് തെള്ളിയൂരിൽ ഇപ്രകാരമുള്ള കുട്ടികൾക്കായി ഒരു സ്ഥാപനം ആരംഭിക്കണം എന്നത്. അങ്ങനെ ആരംഭിച്ചതായിട്ടുള്ള ആ സ്കൂളിൽ ഇപ്പോൾ 145 കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. 1000-ലധികം കുട്ടികൾക്ക് ഈ സ്കൂളിലൂടെ പഠിച്ച് ഓരോരോ സ്ഥാനങ്ങളിൽ പോകുന്നതിനായിട്ടൊക്കെ സാധ്യമായിട്ട് തീർന്നിട്ടുണ്ട്. അത്രയും ഭവനങ്ങളെ അനുഗ്രഹത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായുള്ള 145 കുട്ടികളും ഇപ്പോൾ ഈ സ്ഥാപനം കൂടി ആരംഭിക്കുമ്പോൾ ഇവിടെ കൂടുതൽ കുട്ടികൾ ഡേ കെയർ സെൻ്ററും കൂടി ആയിട്ടാണ് ഇത് ആരംഭിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ കുട്ടികൾ രാവിലെ വരും, വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിരിക്കും. അവരുമായിട്ട് ഇടപെടുന്നതിനായിട്ടും അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിനായിട്ടും ഇടയായിട്ട് തീരും. അതുകൊണ്ട് ബൗദ്ധികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നതായുള്ള കുഞ്ഞുങ്ങൾ, മെൻ്റലി ചലഞ്ച്ഡ് എന്ന് ഇംഗ്ലീഷ് നമ്മൾ പറയും, മെൻ്റലി ചലഞ്ച്ഡ്, ഇങ്ങനെയുള്ള പ്രയാസ സാഹചര്യങ്ങളൊക്കെ തരണം ചെയ്യുന്നതിനായിട്ട് അമേരിക്കയിലൊക്കെ സിയാറ്റിലൊക്കെ ഉള്ള കുഞ്ഞിനല്ലാത്തേക്കൊക്കെ അവിടെ വേണ്ടതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ അതില്ല. അസാധ്യമല്ല, സാധ്യമാണ്. അസാധ്യമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ സാധ്യമാക്കി തീർക്കുന്നതിനായിട്ട് ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതായുള്ള ഒരു സമൂഹമാണ് നമ്മളുടെ സമൂഹം. അതിൽ മലങ്കര മാർത്തോമാ സുറിയാനി സഭ ഇപ്രകാരമുള്ള ഓരോരോ കാൽവയ്പ്പുകൾ നടത്തുന്നുണ്ട് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അങ്ങനെ അഭിമാനിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധ്യമായിട്ട് തീരണം. പിന്നീട് നമ്മുടെ സംസാരിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട MLA നമ്മോട് സംസാരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മോട് പറയുന്നതിനായിട്ടും നമ്മെ ബോധവൽക്കരിക്കുന്നതിനായിട്ടും ഇടയായിട്ട് തീരും എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. എങ്ങനെയാണ് ഏർലി ഇൻ്റർവെൻഷൻ നടത്താനായിട്ട് സാധിക്കുന്നത്? ഒരു കുഞ്ഞ് ജനിക്കുന്നതായുള്ള അവസരത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളെക്കുറിച്ചാണ് അഭിമന്യ തീത്തോസ് തിരുമേനി പറയുന്നതിനായിട്ടൊക്കെ ശ്രമിച്ചത്. എന്നാൽ ആദ്യമേ തന്നെ ഈ പ്രയാസ സാഹചര്യത്തെ കണ്ടുപിടിക്കുന്നതിനായിട്ടും അതിനെ ട്രീറ്റ് ചെയ്യുന്നതിനായിട്ടും നമുക്ക് ഇടയായിട്ട് തീരുന്ന അവസരത്തിലാണ് അവർക്ക് മനുഷ്യരായിട്ട് ജീവിക്കുന്നതിനായിട്ട് ഇടയാവുക മാത്രമല്ല, ജീവിക്കുന്നൊരു ഇടമുണ്ടാകുന്നു എന്നൊന്നും മാത്രവുമല്ല, പിന്നെയോ അവരിലുള്ള വിശിഷ്ടമായിട്ടുള്ള ടാലന്റുകളെ, കഴിവുകളെ ഈ ലോകത്തിന് നൽകത്തക്കവണ്ണം അവരെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് നമുക്കിടയായിട്ട് തീരുന്നത് എന്നത് മനസ്സിലാക്കേണ്ടതാണ്. വൊക്കേഷണൽ ട്രെയിനിങ് നൽകുന്നു എന്നുള്ളത് കൊണ്ട് കുഞ്ഞുങ്ങൾ വെറുതെ പഠിക്കുക മാത്രമല്ല, അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുവാനൊക്കെയുള്ള സാധ്യതകൾ ഈ സെൻറ്ററിലൂടെ നൽകപ്പെടുന്നു എന്നത് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഒന്നാകുന്നു. അയ്യൂർ സ്വദേശിയായുള്ള പെരുമരത്തിങ്കൽ ശ്രീ ചെറിയാൻ ഫിലിപ്പ് തൻ്റെ ഈ കെട്ടിടവും സ്ഥലവും ഒക്കെ നൽകുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് താല്പര്യപ്പെട്ടതിലൂടെ ഇനി ഇപ്പോൾ ഇവിടെ MCRDയുടെ ആഭിമുഖ്യത്തിൽ സ്പീച്ച് തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഓക്യുപ്പേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി എന്നിവ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. അതൊക്കെയാണ് ഇവിടെ പറയുന്നതിനായിട്ട് അച്ഛന് ശ്രമിച്ചത്. കൂടാതെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ബിരുദമുള്ള അധ്യാപകരുടെ സേവനവും കൂടി ഇവിടെ ലഭ്യമായിട്ട് തരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള അധ്യാപകരൊക്കെ നമ്മുടെ MCRDയിലെ സ്കൂളിലുണ്ട്. അവരുടെ വിദഗ്ധമായിട്ടുള്ള പരിചരണം, ഇപ്പോൾ ഡാൻസ് കുട്ടികളെ പഠിപ്പിച്ചതല്ല രീതിയിൽ കണ്ടതായുള്ള കാര്യങ്ങൾ
ഈ പ്രദേശത്തൊക്കെ ഉള്ളതായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് നൽകി കൊടുക്കുവാൻ തക്കവണ്ണം FCRയിലൂടെ സാധ്യമാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മിസ്റ്റർ ചെറിയാൻ ഫിലിപ്പ് ഈ സ്ഥാപനം അതിനുവേണ്ടി നൽകുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് താല്പര്യപ്പെട്ടത് എന്നത് ഞാൻ കരുതുന്നു. നമ്മളുടെ ഈ ശുശ്രൂഷയ്ക്കുള്ളതായിട്ടുള്ള സാമൂഹ്യ മാനത്തെ ശരിയായത് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് നമുക്കിടയാണ്. എന്നെ പറയുമ്പോൾ ഓരോ വ്യക്തിത്വവും എനി ക്രിയേറ്റഡ് ബീയിങ്, ഹ്യൂമൻ ബീയിങ് എന്നൊക്കെ നമ്മൾ പറയുന്നതല്ല, എനി ക്രിയേറ്റഡ് ബീയിങ് അന്തസ്സുള്ളതായിട്ടുള്ള വ്യക്തികളാണ്. ആ അന്തസ്സ് അനുഭവിക്കാനായിട്ടും അന്തസ്സ് കാക്കുന്നതിനായിട്ടും കുഞ്ഞുങ്ങൾക്കിടയായിട്ട് തീരുന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്കിടയാകുമോ? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടതായിട്ടൊരു ചോദ്യം. കഴിവ് മാനദണ്ഡമാക്കാതെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നതിനായിട്ട് സാധിക്കും. നമ്മുടെ പ്രമോദ് നാരായണൻ ഇവിടെ പാടിയതായിട്ടുള്ള പാട്ട് കേട്ടതായിട്ടുള്ള അവസരത്തിൽ, ജിബിൻ്റെ പാട്ട് കേട്ടതായിട്ടുള്ള അവസരത്തിൽ തന്നെ ഒരു ഫ്ലവർ എടുത്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുകയാകും. നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിനായിട്ട് സാധിക്കണം. എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളുള്ള കഴിവ് ഏറ്റവും അനുഗ്രഹീതമായിട്ട് ഒരു കാലഘട്ടത്തിനും ഒരു പ്രദേശത്തിനും ഒരു സമൂഹത്തിനും ഒക്കെ ലഭ്യമായി തീരുവാനായിട്ടിടയാവുന്നത്? മാനസിക വെല്ലുവിളികളുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാം, അവരെല്ലാം ഒരു രീതിയിൽ പാർശ്വവത്കരിക്കപ്പെട്ടതായിട്ടുള്ള ആളുകളാണ്. സമൂഹം അവരെ ഒഴിവാക്കുന്നതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് ഒഴിവാക്കുന്നതിന് പകരമായി അവർക്ക് സുരക്ഷിതത്വവും പിന്തുണയും നൽകുന്നതായിട്ടുള്ള ഇടങ്ങൾ സൃഷ്ടിക്കുവാനായിട്ടാണ് നമുക്ക് സാധിക്കേണ്ടത്. ഈ സെൻറ്റർ അപ്രകാരമുള്ള ഒരു ഇടവും ഒരു സൗകര്യവും ഒക്കെ നൽകുന്നതായിട്ടുള്ള ഇടമായി വളർന്നു വരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്നത് ഞാൻ ആശംസിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഇപ്പോൾ ഡേ കെയർ സെൻറ്ററിലേക്ക് കുഞ്ഞുങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവരുന്നതിനായിട്ട് മാതാപിതാക്കൾ താല്പര്യപ്പെടും. രാവിലെ കൊണ്ടുവരും, വൈകുന്നേരം കൊണ്ടുപോകും. ഇങ്ങനെ കൊണ്ടുവിടുന്നതായിട്ടുള്ള അവസരത്തിൽ കുടുംബ ശാക്തീകരണത്തിലൂടെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്. തിരുമേനി നമ്മോട് പറയുകയുണ്ടായി, ഒരു കുഞ്ഞെ അങ്ങനെ ജനിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവത്തിനറിയാം ഏത് വീട്ടിലാണ് അങ്ങനെ ഒരു കുഞ്ഞുണ്ടാവേണ്ടത്, ഏത് മാതാപിതാക്കൾക്കാണ് അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ നൽകേണ്ടത്. ഗുഡ് തിങ്സ് ഹാപ്പനിങ് ഫോർ ബാഡ് പീപ്പിൾ ഓർ ബാഡ് തിങ്സ് ഹാപ്പനിങ് ഫോർ ഗുഡ് പീപ്പിൾ, അങ്ങനെയുള്ള മാനദണ്ഡമൊന്നുമല്ല, അതൊക്കെ നമ്മളുടെ മാനദണ്ഡമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്, ഗ്രേസ് ഓഫ് ഗാഡ്, ദൈവം മാനിഫെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള കുടുംബങ്ങളിലാണ്, അങ്ങനെയുള്ള വ്യക്തികളിലാണ്, അങ്ങനെയുള്ള ഭവനങ്ങളിലാണ് എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകുവാൻ തക്കവണ്ണം ആണ് നമുക്ക് സാധ്യമായിട്ട് തീരേണ്ടത്. ഇതോടുകൂടി സമൂഹത്തെ കൂടുതലായിട്ട് ശക്തിപ്പെടുത്തുന്നതിനായിട്ട് നമുക്കിടയായിട്ട് തീരണം. ഒരിക്കലും ദുർബലരായിട്ടുള്ള ആളുകൾ സമൂഹത്തിൻ്റെ ഭാരമായിട്ട് തീരുകയല്ല, പിന്നെയോ അവർ സമൂഹത്തിന് ആവശ്യമായ സംഭാവനകൾ നൽകുന്നതായിട്ടുള്ള വ്യക്തികളാണ് എന്ന് വിലമതിക്കുവാനായിട്ടും അവരെ ഉൾക്കൊള്ളുവാനായിട്ടും നമുക്ക് സാധ്യമായിട്ട് തീരുമ്പോഴാണ് ഇവിടെ ആരംഭിക്കുന്നതായിട്ടുള്ള ഈ പ്രവർത്തന രംഗം ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് തീരുവാനായിട്ട് പോകുന്നത്. ഒരല്പം ദൈവശാസ്ത്രം കൂടെ പറയുന്നതിനായിട്ട് ഞാൻ ശ്രമിച്ചുകൊള്ളട്ടെ. നമ്മൾ ഈ പ്രകാരമുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ പകലോ എപ്പോഴെങ്കിലും ഇവിടെ വരുന്നതായിട്ടുള്ള അവസ്ഥയിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ നാം കാണുന്ന അവസരത്തിൽ നമ്മുടെ മുമ്പിൽ വന്നതായുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും ഇവിടെ വരുന്നതായുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും അവരിൽ ദൈവത്തിൻ്റെ മുഖത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? സാധിക്കണം. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും തൻ്റെ കൈകൾ കൊണ്ട് മെനഞ്ഞ് ജീവശ്വാസം നൽകി ജീവനുള്ള വ്യക്തികളായിട്ട് തീർത്തിരിക്കുന്നതാണ് ഓരോ ആയുസ്സും എന്ന് പറയുന്നത്. ഓരോ ആയുസ് എന്ന് പറയുന്നത് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഈ കാസർഗോഡുള്ള സ്കൂളിൽ ചെല്ലുമ്പോൾ ഐ ഫീൽ ദാറ്റ് ഐ ആം ദ ഹാൻഡിക്യാപ്ഡ് വൺ, നോട്ട് ദ പീപ്പിൾ, നോട്ട് ദ സ്റ്റുഡൻസ് ദർ, നോട്ട് ദ ടീച്ചേഴ്സ് ദർ, ഐ ആം ദ ഹാൻഡിക്യാപ്ഡ് വൺ എന്ന് പറയുന്ന പോലെ ഇവിടെ ഈ വികലതയില്ലാത്ത ആരാണ് ഇവിടെ ഉള്ളത്? നിങ്ങൾ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ത്രീകൾ ഭർത്താക്കന്മാരോട് ഞാനൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് പ്രശ്നം. അല്ലെങ്കിൽ നമ്മളുടെ സ്ത്രീകളോട് ഞാൻ ചോദിക്കാം നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ എന്താണ് പ്രശ്നം. വികലതയില്ലാത്ത ആരാണ് ഈ ലോകത്തിലുള്ളത്? എല്ലാവർക്കും ഏതെങ്കിലും രീതിയിലുള്ള വികലത ഉണ്ട് എന്നത് അംഗീകരിക്കാനായിട്ട് ഇടയായി തീരുമ്പോൾ മാത്രമാണ് ദൈവസൃഷ്ടിയായിട്ടുള്ള പ്രകാരമുള്ള ആളുകളെയും നമുക്ക് ഉൾക്കൊള്ളുന്നതിനായിട്ടും ചേർത്ത് നിർത്തുന്നതിനായിട്ടും ഇടയാവുന്നത് എന്നത് മറക്കുന്നതിന് ഇടയാവരുത്. ഇത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ശുശ്രൂഷയാണ്. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ പറയുകയുണ്ടായി, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുക. അതൊക്കെ നമുക്കറിയാം, പക്ഷെ നമ്മൾ കാട്ടുകയല്ല എന്ന് മാത്രമേ ഉള്ളൂ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണ കാട്ടുന്ന അവസരത്തിലാണ് കരുണ ലഭ്യമാകുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതാണ്.
സഭ എന്ന് പറയുന്നത് ഒരു തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റിയാണ്, ഒരു സൗഖ്യദായക സഭയാണ്, സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ വരുന്നതായുള്ള കുഞ്ഞുങ്ങളൊക്കെ കൂടുതൽ അവരുടെ ആളത്വത്തിലേക്ക് വളരുന്നതിനായിട്ടിടയാണ്, സൗഖ്യം പ്രാപിക്കുന്നതിനായിട്ടിടയായിട്ട് തീരണം. അവർക്ക് വേണ്ടതായുള്ള പിന്തുണ നൽകുന്നതോടൊപ്പം അവർക്ക് ഒരു ധൈര്യം നൽകണം. അതാണ് ഈ ഡാൻസിലൂടെയൊക്കെ ഞാൻ കാണാനായിട്ട് ശ്രമിച്ച് ധൈര്യം കൊടുക്കുന്നു. അവർക്ക് ധൈര്യമായിട്ടൊരു കാര്യം ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതായിട്ട് ഒരു ശുഭാപ്തി വിശ്വാസം നൽകുവാനായിട്ട് കഴിയുന്നതാണ് ഈ സെൻറ്ററിൻ്റെയൊക്കെ വിജയം എന്ന് പറയുന്നതിനായിട്ട് ഇടയായിട്ട് തീരുന്നതുണ്ട്. പ്രത്യാശ നൽകുന്ന ഒരു സങ്കേതമായിട്ട് തീരുവാൻ ഈ സെൻറ്ററിന് സാധ്യമായിട്ട് തീരണം. ബലഹീനതകളെക്കുറിച്ച് വാചാലമായി പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നതിന് പകരമായി ദൈവകൃപയുടെ സാക്ഷ്യപ്പെടുത്തൽ നടത്തുവാനായിട്ട് നമുക്കിടയായിട്ട് തീരുമെങ്കിൽ എത്രയോ മനോഹരമായിട്ടുള്ളൊരു പ്രപഞ്ചത്തെയാണ് നമുക്ക് ഈ ലോകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് മാനസിക ആരോഗ്യം തിരുമേനി പറഞ്ഞതായുള്ള കണക്കുകളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇതൊരു ആഗോള വ്യാപകമായിട്ടുള്ള വിഷയമാണ്. ഈ കേന്ദ്രം ഈ ആഗോള പ്രശ്നങ്ങളോടുള്ള ഒരു പ്രതികരണമാണ് എന്നത് മറക്കരുത്. ഇറ്റ് മേ ബി എ സിംഗിൾ ഡ്രോപ്പ്, നല്ല സിംഗിൾ ഡ്രോപ്പ്. അങ്ങനെ പല ഡ്രോപ്സുകൾ ചേരുന്നതാണ് ഒരു നദി ഉണ്ടാകുന്നത്, അങ്ങനെയാണ് ഒരു കടലുണ്ടാകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. വലിയ മഴയെക്കുറിച്ചൊക്കെ നമ്മൾ പരാതിപ്പെടാറുണ്ട്. ഒരൊറ്റ സിംഗിൾ ഡ്രോപ്പ്, കാരുണ്യത്തിൻ്റെതായുള്ള ആ ഒരു ഡ്രോപ്പ് നമ്മളുടെയൊക്കെ ജീവിതത്തിലൂടെ കാലികമായി സങ്കടമായി നൽകുവാനായിട്ട് കഴിയുന്നുണ്ട് എങ്കിൽ എത്രയോ അർത്ഥവത്തായിട്ടുള്ള ജീവിതം ഈ ലോകത്തിൽ അനേകർക്ക് നൽകുന്നതിനായിട്ട് സാധിക്കും. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നതിനായിട്ട് ശ്രമിക്കുകയാണ്. ഇതൊരു സമഗ്രമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഈ രേഖ സെൻറ്ററിലൂടെ ഇവിടെ സ്ഥാപിതമാകുവാനായിട്ട് പോകുന്നത്. ഈ പ്രതികരണം ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കാളൊക്കെ അപ്പുറമായിട്ട് ഇത് മനുഷ്യൻ്റെ അന്തസ്സ് ഉറപ്പാക്കി കൊടുക്കുവാനായിട്ടുള്ള ഒരു സ്ഥാപനമായിട്ട് കാണുന്നതിനായിട്ടും പറയുന്നതിനായിട്ടും നമുക്കെല്ലാവർക്കും ഇടയായിട്ട് തീരണം. അതുകൊണ്ട് ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും സാമൂഹ്യ പ്രവർത്തകരും ആത്മീയ പരിപാലകരും എല്ലാവരും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നതായുള്ള ഒരു കേന്ദ്രമായിട്ടാണ് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും സമൂഹവും സർക്കാർ പോലും പുറകോട്ട് മാറുന്നതായുള്ള രംഗത്ത് സഭയായിട്ട് മുന്നോട്ട് വന്ന് പ്രവർത്തിക്കുവാനായിട്ട് കാലം ഉറപ്പിക്കുന്നതായിട്ടുള്ള ഇടമായിട്ട് ഈ സെൻറ്ററിനെ കാണുന്നതിനായിട്ട് നമുക്കിടയായിട്ട് തരണം. ഈ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിജയവും നിങ്ങളോടൊപ്പം ഞാനും ആശംസിക്കുന്നു. ഈ സെൻറ്റർ ഇവിടെ മത്തായി ജോസഫ് അച്ഛൻ പറഞ്ഞതുപോലെ ഈ സെൻറ്ററിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ഒരു ചെറിയ ആരംഭമായിരിക്കും. എന്നാലിത് വളർന്ന് പന്തലിച്ച് വികസിച്ച് അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ തക്കവണ്ണം പ്രപഞ്ചത്തിനുടനായിട്ടുള്ള ദൈവം നമ്മെ എല്ലാവരെയും കാലഘട്ടത്തിലെടുത്ത് ഉപയോഗിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടി ഔപചാരികമായിട്ട് ഈ മീറ്റിംഗ്, ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിച്ചു.